പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ, രാജ്യത്തിൻ്റെ വികസന ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വെക്കാൻ പരുവത്തിനുള്ള പ്രസംഗം എന്ന് തന്നെ പറയാം. കേരളത്തിന് ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് കേന്ദ്രം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് എണ്ണി പറയുകയാണ് പ്രധാനമന്ത്രി. അത് ഓരോ വിഷയങ്ങളും പറയുന്നുണ്ട്. ഈ തുറമുഖ വികസനം മാത്രമല്ല, ദേശീയപാതയുടെ വികസനത്തിലടക്കം തങ്ങളുടെ പങ്കെന്താണ്, കേന്ദ്രത്തിൻ്റെ പങ്കെന്താണ് എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞു വെക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സുരേഷ് ഗോപിയുണ്ട്, അതോടൊപ്പം തന്നെ തൊട്ടിപ്പുറ പിണറായി വിജയനുണ്ട്, അതിനിപ്പുറേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കുന്നു. മോദിക്ക് അവിടുത്തെ കാര്യങ്ങൾ എന്താണ്, ഇതിൻ്റെ പ്രവർത്തനം എന്താ എന്നുള്ള കാര്യം വിശദീകരിച്ച് നൽകുകയാണ്. അനന്തൻ പറഞ്ഞതുപോലെ അല്പം മുമ്പുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ വന്നിറങ്ങിയതിനു ശേഷം നേരെ പ്രധാനമന്ത്രി പോയത് ഈ പോർട്ട് ഓപ്പറേഷൻ ബിൽഡിങ്ങിലേക്കായിരുന്നു. അവിടെ നിന്നുമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അവിടേക്ക് എത്തി കരുണാനിധിയെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഗവർണറുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ തദ്ദേശീയരായ സ്ത്രീകളാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദിവ്യസൈരെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയുള്ള പെൺകുട്ടികളെ അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഈ ഷിപ്പിൻ്റെ ഇവിടെ വരുന്ന കണ്ടെയ്നറുകൾ ഇറക്കുന്നത്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റ് നീക്കങ്ങൾ, ഇതെല്ലാം സെമി ഓട്ടോമാറ്റിക്കാണ്. സാധാരണ നമ്മൾ കാണുന്ന ആ ക്രെയിനിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമുണ്ട്. അവിടെ മറ്റ് തുറമുഖങ്ങളിലൊക്കെ, ഇന്ത്യയിലെ മറ്റ് തുറമുഖങ്ങളിലൊക്കെ ആ ക്രെയിനിൻ്റെ മുകളിൽ ഒരു ക്യാബിൻ ഉണ്ടാകും. ആ ക്യാബിനിൽ ഇരുന്നു കൊണ്ടാണ് ഈ കണ്ടെയ്നറുകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ നീക്കമൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇത് സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ മുറിയിലിരുന്നു കൊണ്ട് നമ്മുടെ ഈ നാട്ടിലെ പെൺകുട്ടികൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട് ദിവ്യസൈര അടക്കമുള്ളവർ. നിലവിലെന്തായാലും പ്രധാനമന്ത്രി അല്പസമയങ്ങൾക്കകം പുറത്തേക്ക് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പറയുന്ന ഈ അകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ അല്പസമയങ്ങൾക്ക് മുൻപാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടക്കം പുറത്തേക്ക് വിട്ടത്. നിലവിൽ പ്രധാനമന്ത്രിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന സ്ഥലം എന്ന് പറയുന്നത് ആഴിമലയിൽ നിന്നും നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന സ്ഥലമാണ്. അവിടെ പ്രധാനമന്ത്രിക്ക് പോകാനുള്ള ഹെലികോപ്റ്റർ തയ്യാറായിട്ടുണ്ട്. അകമ്പടി സേവിച്ച് വന്ന 2 ഹെലികോപ്റ്ററുകളും തൊട്ടടുത്തടുത്തായി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കി പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ച ഇവിടെ നിന്നും മടങ്ങുകയാണ്. അല്പസമയങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രി പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുങ്ങുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വിണ്ണിലും മണ്ണിലും കടലിലും എല്ലാം ഒരുപോലെ സുരക്ഷയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് പ്രധാനമന്ത്രി വന്നിറങ്ങി മടങ്ങുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി മടങ്ങാനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് എന്ന് തോന്നുന്നു. നേവിയുടെ അല്പം മുമ്പ് നമ്മൾ കണ്ട ഈ പറയുന്ന കപ്പലുകളും മറ്റുമൊക്കെ ആ പ്രദേശത്തേക്ക് കുറച്ചുകൂടി അടുക്കുകയാണ്. ഈ ഹെലികോപ്റ്റർ കിടക്കുന്ന സ്ഥലത്തേക്ക് കുറച്ചുകൂടി അടുക്കുന്നു. എന്തായാലും ഒരു അഭിമാന നിമിഷമാണ് കഴിഞ്ഞു പോയ 1 മണിക്കൂർ 1.5 മണിക്കൂർ എന്ന് പറയുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസും വെച്ച് പ്രധാനമന്ത്രി ഇങ്ങനെ നടന്നു പോകുന്നത് ഈ രാജ്യത്തിൻ്റെ അഭിമാന പദ്ധതിയിലൂടെയാണ്. അവിടെ എത്തി പറയുന്ന അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം കണ്ട ശേഷം പ്രധാനമന്ത്രി ആ വേദിയിലേക്ക് എത്തുന്നു. അവിടെ പ്രസംഗം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങുന്നു. ഈ സംസ്ഥാനം എന്തെല്ലാം, ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കൃത്യമായൊരു രാഷ്ട്രീയ പ്രസംഗം നമ്മൾ നേരത്തെ കണ്ടു. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. കുറച്ച് ദൂരമുണ്ട്. എത്രത്തോളം വ്യക്തമായി പ്രേക്ഷകർക്ക് അത് കാണാൻ കഴിയും എന്നറിയില്ല. എന്തായാലും പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ആ ഹെലികോപ്റ്ററിന് അടുത്തേക്ക് എത്തുകയാണ്. ഹെലികോപ്റ്റർ അടുത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്ന. അമലാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ കാണുന്ന. അമൽ, പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്.